ഫ്രാൻസിന് കിലിയൻ എംബാപ്പെ ഉണ്ടാകും, ഒസ്മാൻ ഡെംബലെ ഉണ്ടാകും. പക്ഷേ ഫ്രഞ്ച് പടയുടെ എഞ്ചിൻ മൈക്കൽ ഒലീസെ എന്ന 24 വയസ്സുകാരനാണ്, ഫ്രാൻസിന്റെ സ്വന്തം മജീഷ്യൻ. എംബാപ്പയും ഡെംബേലയ്ക്കുമൊപ്പം ഒലീസെ കൂടി ചേരുമ്പോഴാണ് ഫ്രാൻസ് ഈ ലോകകപ്പിലെ ഏറ്റവും അപകടകാരികളായ അറ്റാക്കിംഗ് നിരയാവുന്നത്. ഇന്നലെ പൊട്ടിമുളച്ചതൊന്നുമല്ല മൈക്കൽ ഒലീസെ. ബുണ്ടസ് ലീഗിൽ ബയൺ മ്യൂണിക്കിന്റെ കളി കണ്ടവർക്കറിയാം മൈക്കൽ ഒലീസെ ആരാണെന്നും എന്താണെന്നും. അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും എതിരാളിയുടെ ബോക്സിലേക്ക് കടന്നാക്രമണം നടത്തുന്നതിലും എല്ലാ മത്സരത്തിലും ഒരു ഒലീസെ ടച്ച് കാണാം. നല്ല ഒഴുക്കുള്ള കളി, വേഗം, ക്രിയേറ്റിവിറ്റി, ഡ്രിബ്ലിംഗ്, മത്സരം റീഡ് ചെയ്യാനുള്ള അസാധ്യ കഴിവ് തുടങ്ങി എല്ലാ ഗുണങ്ങളും ഈ താരത്തിലുണ്ട്. സ്ട്രൈക്കറായോ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായോ ക്രിയേറ്റീവ് മിഡായോ ഒക്കെ ഒലീസയെ ടീമിന് ഉപയോഗിക്കാം. 2026 ഫിഫ ലോകകപ്പിൽ ഒലീസെ ഇതുവരെ ഗോൾ നേടിയിട്ടില്ല. പക്ഷേ ഫ്രാൻസിന്റെ റൗണ്ട് ഓഫ് 32 മത്സരം കഴിഞ്ഞപ്പോഴേക്ക് 4 മത്സരങ്ങളിൽ 5 അസിസ്റ്റുകൾ ഒലീസെ പേരിലാക്കി കഴിഞ്ഞു. റൗണ്ട് ഓഫ് 32വിൽ സ്വീഡനെതിരെ ഫ്രാൻസ് 3-0 ജയിച്ചപ്പോഴുള്ള ഒലീസയുടെ സ്റ്റാറ്റ്സ് ഇങ്ങനെ: കിലിയൻ എംബാപ്പയുടെയും ബ്രാഡ്ലി ബർക്കോളയുടെയും ഓരോ ഗോളുകൾ ഒലീസയുടെ അസിസ്റ്റിലായിരുന്നു. 3 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ഒലീസെ പായിച്ചു. ഈ ലോകകപ്പിന്റെ തന്നെ ഗോളായി മാറേണ്ടിയിരുന്ന ഒരു ബൈസിക്കിൾ ശ്രമം പോസ്റ്റിൽ തട്ടിത്തെറിച്ചത് തലനാരിഴയ്ക്കാണ്. ഒലീസയുടെ കാലുകളിൽ നിന്ന് വിജയകരമായി തീർന്ന പാസുകൾ 60-ലധികം വരും. ഫ്രാൻസ് സ്വീഡൻ മത്സരത്തിൽ എംബാപ്പെ ഇരട്ട ഗോൾ നേടിയിട്ടും ഏറ്റവും കയ്യടി വാങ്ങിയത് ഒലീസയാണ്. 2026 ഫിഫ ലോകകപ്പിൽ എംബാപ്പെ 6ഉം ഡെംബലെ 4 ഗോളുകളുമായി കുതിക്കുമ്പോൾ മിക്ക ഗോളുകൾക്കും കാരണക്കാരനായത് ഒലീസയായിരുന്നു. ക്ലബിനും രാജ്യത്തിനുമായി ഈ സീസണിൽ 32 അസിസ്റ്റുകളാണ് ഇതുവരെ ഒലീസയുടെ സംഭാവന. ഇനി എത്ര വരാനിരിക്കുന്നു ഈ പ്രതിഭയിൽ നിന്ന്?